നമസ്കാരം, ഞാനാണ് കൈലാസ് കെ ബി കൊല്ലം. നിങ്ങളെല്ലാം ഒന്ന് വന്ന് സംസാരിക്കണം എന്നെനിക്ക് തോന്നിയോണ്ട് മാത്രം വന്നതാണ്. അതായത് ഇപ്പം എൻ്റെ പേരും പറഞ്ഞാണ് ലാലേട്ടനെ അപമാനിക്കുന്നത്. വളരെ മോശമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതായത് ഈ മീഡിയയും മറ്റുള്ള പ്രവർത്തകരും, അതായത് ലാലേട്ടൻ്റെ ഹേറ്റേഴ്സ് ആയിട്ടുള്ള കുറേ ആളുണ്ടല്ലോ, അവർക്ക് ആരാധകർക്ക് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അവർ കൂടുതൽ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യവും ഇതിനകത്തില്ല കേട്ടോ. ഈ ലാലേട്ടനെ പോലെ ഉള്ള ഒരു നടനെ മലയാള സിനിമയ്ക്ക് കിട്ടിയത് പുണ്യമാണ്, പുണ്യം. ലോക സിനിമയെ പോലും ഇതുപോലെ ഒരാൾ കാണത്തില്ല. ഇത്രത്തോളം ആരാധകരെ സ്നേഹിക്കുന്ന ഒരു നടൻ ഇനി കാണത്തില്ല. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. ഈ നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ഫംഗ്ഷൻ, അത് അബുദാബി വെച്ചുള്ളൊരു ഫംഗ്ഷനാണ്. അറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ദുബായിൽ അബുദാബി വെച്ചുള്ള ഫംഗ്ഷനാണ്. ലാലേട്ടൻ ഇവിടെ ഫ്ലൈറ്റിന് വന്നിറങ്ങി, ഉറങ്ങാൻ പോലും സമയം കിട്ടാതെ 2 മണിയായപ്പോഴാണ് പുള്ളി 2 മണിക്കാണ് ഉണർന്നത്. ഈ 2 മണിക്ക് ഉണർന്ന വ്യക്തി അവിടെ അബുദാബി യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞു, നമ്മുടെ ആരാധകരുണ്ട്, നമുക്ക് അവരോടൊപ്പം ഒരു ഫോട്ടോ എടുക്കണം. ഞങ്ങളിവിടെ ദുബായിൽ ഏകദേശം, ദുബായിൽ എന്ന് പറഞ്ഞാൽ UAE ഏകദേശം ഒരു 145ഓളം മെമ്പർഷിപ്പ് ഉണ്ട്. അതിനകത്ത് നമുക്കൊരു അധികം ആരുമില്ല. നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതായത് നമ്മുടെ പ്രവർത്തകരെ പ്രധാന ശക്തമായിട്ട് നിൽക്കുന്ന പ്രവർത്തകരിൽ ഒരു കുറച്ച് ആളുകൾ ഇന്ന് കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഓക്കെ, ലാലേട്ടന് ഓക്കെ പറഞ്ഞു. ആ പറഞ്ഞ ആളുകൾ നമ്മുടെ 25 മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയില്ല. അബുദാബി വരെ പോകേണ്ടത് കൊണ്ട് എത്തിപ്പെടാൻ പറ്റാതെ ഏകദേശം ഒരു 15ഓളം പ്രവർത്തകർ നമ്മൾ അവിടെ എത്തി. ഞങ്ങൾ എങ്ങനെയും അവിടെ എത്തി. ലാലേട്ടന് വേണ്ടി കാത്തിരുന്ന് ലാലേട്ടൻ വന്നു. മക്കളെ എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടെ നമ്മളോട് എല്ലാം ഫോൺ വിളിച്ച് സംസാരിച്ച് എല്ലാം ഓക്കെ ആയിട്ട് ലാലേട്ടൻ നിൽക്കുമായിരുന്നു. പക്ഷെ ആ സമയത്ത് കുറച്ച് ഇതിന്റെ പ്രവർത്തകരെ, ഈ ചാനലിന്റെ പ്രവർത്തകരും കുറച്ച് ആളുകൾ ഞങ്ങൾ ഈ യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ലാലേട്ടൻ ഇവിടെ വരുന്നത് മനസ്സിലാക്കി കുറച്ച് ആളുകൾ എവിടുന്നോ ആ സമയത്ത് വന്നു. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാം സെറ്റപ്പായിട്ട് നിൽക്കും. നിങ്ങൾ വീഡിയോ എൻ്റെ ഫേസ്ബുക്കിലുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ലാലേട്ടൻ അങ്ങോട്ട് വന്ന് കയറി ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർ ശല്യം ചെയ്യാൻ തുടങ്ങി. മറ്റുള്ള ആളുകൾ ശല്യം ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരം കിട്ടുന്നില്ല. അതിൽ ലാലേട്ടൻ നല്ല വിഷമമുണ്ട്. അപ്പോൾ ലാലേട്ടൻ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയല്ല വന്നത്, ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടി വന്നയാ, അതിനുവേണ്ടി പറഞ്ഞ ആ ഒരു വാക്ക് തന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നതിനൊക്കെ അപ്പുറമാണ്. ആന്റണി ചേട്ടനും പറയുന്നുണ്ട് ഈ ഒരു ഡയലോഗ്. നിങ്ങൾ ആരും ഇതൊന്നും കാണുന്നില്ല. ചുമ്മാ ലാലേട്ടനെ പറ്റി ഉപവാദം പറഞ്ഞാൽ പറ്റത്തില്ല. ഇതെല്ലാം കണ്ടിട്ട് വേണം പറയാൻ. അങ്ങനെ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി നേരത്തെ നിങ്ങൾ വീഡിയോ, ഞാനിപ്പോൾ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് തരും. ആ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക. ലാലേട്ടൻ ശ്രദ്ധിക്കുന്ന പോലില്ല. ലാലേട്ടൻ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി വന്നതിനകത്ത് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നത് ലാലേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഓരോ ആളുകൾ വന്നിങ്ങനെ ഫോട്ടോ എടുത്താൽ വരുന്നവരും പോകുന്നവരും എല്ലാം വന്ന് ഫോട്ടോ എടുക്കുക. ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം നമ്മൾ ഫാൻസുകാർക്ക് വേണ്ടി സംഘടിപ്പിച്ചത്. ലാലേട്ടൻ പറഞ്ഞിട്ട് ഇവർക്ക് വേണ്ടി വന്നതെന്ന്. ഞാനപ്പോൾ വീഡിയോ സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾ ഫുള്ള് വീഡിയോ കാണും. അങ്ങനെ കൂട്ടത്തിലാണ് ഞാൻ ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്നതും. ലാലേട്ടൻ എൻ്റെ മുമ്പുള്ളതും എല്ലാം കോട്ട് സൂട്ട് ഇട്ട ആളുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ നിൽക്കുമ്പോൾ ഞാനെല്ലാം വന്ന് നിൽക്കുന്ന ലാലേട്ടൻ കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ. ഞാൻ ലാലേട്ടൻ നമ്മുടെ പ്രവർത്തകർക്ക് വേണ്ടി വന്നല്ലോ, ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ഞാനൊരു ഉമ്മ വെക്കാൻ പോയി. എനിക്ക് അപ്പം എൻ്റെ മനസ്സ് തോന്നി, ഉമ്മ വെക്കാൻ ശ്രമിച്ചപ്പം ലാലേട്ടൻ ആരാന്ന് പോലും കണ്ടില്ല. ഫോട്ടോ എടുക്കാൻ വന്ന ഒരാളെന്നുള്ള രീതി, ആരാന്നുള്ള രീതി തട്ടി നോക്കുമ്പോഴാണ് എന്നെ കാണുന്നത്. ലാലേട്ടൻ കൈലാസം എന്ന് പറഞ്ഞ് സംസാരിക്കുകയും ചെയ്ത്. അപ്പം ഞാനങ്ങ് മാറിയത്. എന്നാലും ഞാനങ്ങ് മാറിയത്. നമുക്ക് ഫോട്ടോ എടുക്കാന്നല്ല, നമ്മുടെ പ്രവർത്തകരെ മൊത്തം ഫോട്ടോ എടുപ്പിക്കാന്നുള്ള ഉദ്ദേശം. പിന്നെ ലാലേട്ടൻ അടുത്ത ദിവസം പിറ്റേന്ന് രാവിലെയും ഞാൻ സംസാരിച്ചു. വളരെ നന്ദിയും പറഞ്ഞു. നമുക്ക് പ്രവർത്തകർക്ക് ഫോട്ടോ എടുക്കാൻ തന്ന അവസരത്തിനെല്ലാം നന്ദിയും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്ന വീഡിയോ വെറും വ്യാജമാണ്. ലാലേട്ടൻ നമ്മുടെ കൂടെയുള്ള പ്രവർത്തകരാണ് എന്നുള്ളത് കാണാതെയാണ് ലാലേട്ടൻ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഓരോ ആളുകൾ ഫോട്ടോ എടുക്കാൻ നേരത്ത് ഫോട്ടോ എടുത്ത് മാറി എന്നുള്ള രീതിയിലാണ് ഫോട്ടോ എടുത്തത്. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തി ലാലേട്ടനെ പറ്റി പ്ലീസ്. എൻ്റെ റിക്വസ്റ്റാണ്. എന്നും എൻ്റെ ജീവൻ പോകുന്ന വരെ ഞാനൊന്നും ലാൽ ഫാൻ ആയിരിക്കും. നിങ്ങൾക്ക് ലാലേട്ടനെ
ഉമ്മ വെക്കുന്ന വീഡിയോ ആണ് വേണ്ടത്. ഞാൻ ഇതുവരെ ലാലേട്ടനെ ഉമ്മ വെക്കാൻ വേണ്ടിയുള്ള വീഡിയോ എടുത്തിട്ടില്ല. ലാലേട്ടൻ ഉമ്മ വെക്കാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുപോയ പ്രവർത്തകർ, എത്രയോ പ്രവർത്തകർ ഞാൻ കൊണ്ടുപോകുന്ന കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും തൊട്ടു മുമ്പും എത്രയോ ആളുകളെ കൊണ്ടുപോയി. അവരെല്ലാം ലാലേട്ടനെ ഉമ്മ വെക്കുന്ന വീഡിയോ വേണോ നിങ്ങൾക്ക്? കഷ്ടം തന്നെ കേട്ടോ. ഈ ചാനലുകാരോട് എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ, വെറും പുച്ഛം. നാണമില്ലാതെ വൃത്തികെട്ട വാർത്ത കൊടുക്കുന്നവന്മാര്. ശവം.